ഏറെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമയം വൈകിയിട്ടുണ്ട്. ഇനിയും 2-3 പ്രഭാഷകർ എനിക്ക് ശേഷം ഇവിടെ ഉണ്ട് താനും. ഈ പരിപാടിക്ക് ഡയലോഗ് സെൻറ്റർ കേരള ഒരുക്കിയിട്ടുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ എക്സിബിഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേരുക എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്. ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ, കണക്റ്റ വലിയ ആശയമാണ്, വലിയ അറിവുകളാണ് ഇനി വരുന്ന നാളുകളിൽ ഇവിടെ ഈ പ്രദേശത്ത് ഗ്രൗണ്ടിൽ ഇവിടുത്തെ ജനതകളോട്, മനുഷ്യരോട് കൈമാറാനുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം, പ്രപഞ്ചം, മനുഷ്യൻ എന്നത് മൂന്നും കണക്റ്റ് ചെയ്തപ്പെട്ട് ലോകത്ത് ഒരേ താളത്തിൽ സന്തുലിതത്വത്തോടുകൂടി ചലിക്കേണ്ടുന്ന, കറങ്ങേണ്ടുന്ന, പരസ്പര പൂരകമായി ഈ ലോകത്ത് ഒരുമിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. ദൈവത്തെ മാറ്റി നിർത്തി ഒരു പ്രപഞ്ചമില്ല, ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യരില്ല, മനുഷ്യനും പ്രപഞ്ചവും മാത്രമുള്ള ഒരു ബന്ധവുമില്ല. മൂന്നും ഒരുമിച്ച് ചേരുമ്പോഴാണ്, അതും ഒരേ താളത്തിൽ ലയിച്ച് ചേരുമ്പോഴാണ് അതിനെ നമുക്ക് ഈ ലോകം നിലനിൽക്കേണ്ട ഒരു വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ദൈവമില്ലാത്ത മനുഷ്യനെ മാത്രം വെച്ചുകൊണ്ട് ലോകത്ത് നിലനിൽപ്പ് തന്നെ അസാധ്യമാണ് എന്ന് നമുക്കറിയാം. വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കറിയാം. അള്ളാഹുവും മനുഷ്യനും തമ്മിൽ അള്ളാഹുവിൻ്റെ സംസാരമാണ് പ്രപഞ്ചം. മനുഷ്യരോട് നടത്തുന്ന അള്ളാഹുവിൻ്റെ സംസാരമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. മനുഷ്യനും അള്ളയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാം. അർ-റഹ്മാൻ എന്നതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം. മനുഷ്യബന്ധങ്ങൾക്കും ഈ പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റഹ്മ്, സുലത്തുർ റഹ്മ്, കുടുംബബന്ധം ചേർക്കുക. റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലേക്കും കൂടി ചേർത്ത് നിർത്തുന്ന, മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയും. ഗർഭപാത്രത്തിന് റഹ്മ് എന്ന പ്രയോഗം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം അതാണ്. ഈ അള്ളാഹും പ്രപഞ്ചവും മനുഷ്യനും ഒരേ താളത്തിലും സന്തുലിതമായി ചലിക്കുന്ന ഒരു വലിയ ദർശനം ലോകത്തുണ്ടാവണം. അതിൻ്റെ പ്രബോധകരുണ്ടാവണം, പ്രചാരകരുണ്ടാവണം എന്നതും കൂടിയാണ് യഥാർത്ഥത്തിൽ അത് പഠിപ്പിക്കുന്നത്. മനുഷ്യരോട് അള്ള പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇനി ഞാൻ രോഗിയായപ്പം നീ എന്നെ കാണാൻ വന്നില്ല, ഞാൻ ദരിദ്രനായപ്പം വിശന്നപ്പം നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവേ, നീ രോഗിയാവുകയോ, നിനക്ക് വിശപ്പ് അനുഭവപ്പെടുകയോ, ഇന്നടിമ രോഗിയായി, ഇന്നടിമ വിശന്ന് പ്രയാസത്തിലായി, അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ആ വിശന്ന് വലഞ്ഞ അടിമയ്ക്ക് അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സന്ദേശം കൂടി പകർന്നു കൊടുക്കുന്ന ഒന്നാണ്. ഈ സ്വഭാവത്തിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള എക്സിബിഷൻ ധാരാളം കാര്യങ്ങൾ, വിശദാംശങ്ങൾ, ആശയങ്ങൾ, മനോഹരമായ ആവിഷ്കാരങ്ങൾ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരിലേക്കും. നമുക്കറിയാം, ഇന്ന് മനുഷ്യരെവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ ഷെയ്ഖ് സാഹിബിന്റെ സംസാരത്തിൽ അത് നമ്മൾ ശ്രവിച്ചു. ഏറ്റവും വലിയ അപകടമായി വിഭാഗീയതയും വംശീയതയും സ്പർദ്ധയും അതുപോലെ തന്നെ വെറുപ്പും വളരെ വേഗതയിൽ ഈ കാറ്റ് പോലെ തന്നെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പം മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ധർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ ക്ലാസ്സുകളാക്കി തിരിക്കാത്ത, മനുഷ്യനെ വിഭജിക്കാത്ത, മനുഷ്യനെ മനുഷ്യനായി കൊണ്ട് തന്നെ കാണുന്ന, സമീപിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അതിലൂടെയും പ്രപഞ്ചത്തെയും ദൈവത്തെയും ഒക്കെ കണക്ട് ചെയ്ത് ഒരുമിച്ച് പോകുന്ന ഒരു വലിയ ആശയത്തിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് ഇവിടെ 10 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള
പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.